ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിലുണ്ടെന്നാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ. SKN ഇന്ന് വൈകിട്ടാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ ഈ ഇറാനിയൻ ബോട്ട് കണ്ടെത്തുന്നത്. തുടർന്ന് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തിയ ശേഷം ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ഈ ബോട്ടിലുള്ളവരെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യബന്ധന തൊഴിലാളികളാണ് ഈ ബോട്ടിലുള്ളത്. ഇവർ കുറെ കാലമായി ഇറാനിൽ ജോലി ചെയ്യുകയായിരുന്നു, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ശമ്പളം കിട്ടാതെ വന്നതോടെ ഈ ബോട്ടുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദിശ മാറി ഈ കൊയിലാണ്ടിക്ക് സമീപമുള്ള പ്രദേശത്ത് എത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് സംഘമാണ് നിലവിൽ ഈ ബോട്ടും മത്സ്യബന്ധന തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേവിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഔദ്യോഗിക പത്രക്കുറിപ്പും ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇറാനിൽ നിന്നും രക്ഷ തേടുന്നതിന്റെ ഭാഗമായി അവർ അവിടെ നിന്നും ബോട്ടിൽ രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നേവിയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സ്കാൻ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു രാഹുൽ സുരേഷ്. ഇർഷാദിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അതേപോലെ SKN ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയിൽ BJP നേതാവ് വന്ന് പറഞ്ഞ വർഗീയ പരാമർശം ഫേസ്ബുക്കിൽ 24 പേജിൽ പോസ്റ്റ് ഇട്ടത് കണ്ടു. അവരുദ്ദേശിക്കുന്ന പബ്ലിസിറ്റി തന്നെയാണ്, അതിന് നമ്മൾ അവസരം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇർഷാദ് പറഞ്ഞ ഈ കാര്യം നമ്മൾ പരിശോധിക്കാം. നമ്മുടെ ഡിജിറ്റൽ ഡിവിഷൻ ഈ കാര്യം പരിശോധിക്കും. അതിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ആ പോസ്റ്റ് നമ്മൾ പിൻവലിക്കുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.